അച്ഛാ, അമ്മ നമ്മളോടല്ലേ പറഞ്ഞേ, അവരോടാ. അമ്മ പാവോ അച്ഛാ, ഏതോ ടെൻഷനിൽ പറഞ്ഞു ഇതല്ലേ. തെറ്റിട്ട് എടുക്കണ്ട അച്ഛാ. നമ്മളെ ചേർത്താ പറഞ്ഞേ. ഇല്ലച്ചാ, അച്ഛൻ നോക്കിയോ, അമ്മ നമ്മളെ കാണാൻ ബാൽക്കണി വരൂ. ആകാശ് വന്ന് വണ്ടി കയറി. ഏയ്, ആൺകുട്ടികൾ ഇങ്ങനെ കരയോടാ? ഇങ്ങോട്ട് നോക്ക്. ആർക്ക് വേണ്ടിയും അമ്മയും ശിവാനെയും നമ്മൾ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. ഏയ്, അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാ. ഒന്നും നീ കരയാക്കണ്ട. അച്ഛനല്ലേ പറയുന്നത്. ശിവാനിയുടെ അമ്മ നിന്റെയും കൂടി അമ്മ. കരയല്ലേ? ഞാൻ അമ്മയെ ഓർത്ത് കരഞ്ഞല്ലേ അച്ഛ, അച്ഛനെ ഓർത്താ കരയുന്നേ. എന്തിന്? അച്ഛൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടും നാണക്കേടും അമ്മയെ വേണോന്ന് ഞാൻ ആഗ്രഹിച്ചതുകൊണ്ടല്ലേ. പക്ഷെ അമ്മയ്ക്ക് അച്ഛന് ഇഷ്ടമല്ല. ഇനി അച്ഛന് ഇഷ്ടമല്ലാത്ത അമ്മ എനിക്ക് വേണ്ട അച്ഛ. ഐ ലവ് യു അച്ഛ. നിനക്ക് വേണ്ടെങ്കിൽ പിന്നെ എനിക്കും വേണ്ട. എനിക്ക് നീയുണ്ട്, നിനക്ക് ഞാനുണ്ട്. അത് മതി. ആമ്പിള്ളേര് കരയൂടാ. ഞാനും ശിവാനി അച്ഛൻ്റെ അമ്മയുടെ കൂടെ കാനഡയിൽ സെറ്റിൽ ആവാൻ തീരുമാനിച്ചു. അതെങ്ങനെ നടക്കും? നീയും മോളും എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. അതൊരിക്കലും നടക്കില്ല. അനു, സഞ്ജയ്, ഇത്രയും കാലം അവളെ ടോർച്ചർ ചെയ്തത് പോരെ? സോറി മോളെ, സോറി. അവര് കാനഡ പൊക്കോട്ടെ. കുറച്ചു കഴിയുമ്പോ മനസ്സ് മാറിയിട്ട് തിരിച്ചു വന്നാലോ? നീ പോ മോളെ. അതെ, പോകുന്നതിന് മുമ്പ് ഒരേ ഒരു പ്രാവശ്യം കൽക്കട്ടയ്ക്ക് വരണം. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അനു, അങ്ങനെയൊന്നും പറയരുത്. ഇപ്പൊ എല്ലാവരുടെയും ജീവൻ നിന്റെ കയ്യിലാ മോളെ. ഇവൻ ചെയ്ത ഒരു സർ, ഇവൻ ചെയ്തൊരു തെറ്റ് കാരണം ഇപ്പോ നമ്മുടെ എല്ലാവരുടെയും ജീവൻ അപകടത്തിലായിരിക്കുക. ഇപ്പോ നീ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ആ ക്രിമിനൽസ് തീർച്ചയായും ഞങ്ങളെ കൊന്നുകളെ. നിന്നോട് അപേക്ഷിക്കുക മോളെ, ദയവ് ചെയ്ത് നീ കൽക്കട്ടയ്ക്ക് വാ. 7 വർഷങ്ങൾക്ക് മുൻപ് കൽക്കട്ടയില് ഇവള് എന്തോ ഒരു സാധനം നിന്റെ തന്നിട്ട് ബാങ്ക് ലോക്കറിൽ വെക്കാൻ പറഞ്ഞില്ലായിരുന്നോ? അതുള്ളതാണോ? ഐ എം സോറി അനു. അന്ന് നിന്റെ കയ്യിൽ ലോക്കറിൽ വെക്കുമ്പോൾ അതത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാനും പറഞ്ഞില്ല. നീ ചോദിച്ചുമില്ല. അത് ഇപ്പം എവിടെയുള്ളേ? അതാ ലോക്കറിലാ ഉള്ളത്. അതിനു വേണ്ടിയാ ആ ഗ്രൂപ്പ് ഇവരെ വെടിവെച്ചത്. പിന്നെ പോലീസും ആ ഗ്രൂപ്പും അത് എവിടെയെന്ന് ചോദിച്ച് ഇവനെ ടോർച്ചർ ചെയ്തു. അനു, ഇപ്പൊ നിങ്ങളുള്ള സ്ഥലം ആ ഗ്യാങ്ങിന് മനസ്സിലായി. ഇന്ന് പ്രശ്നമുണ്ടാക്കിയതും അവര് തന്നെയാ. അവര് കാരണം നിനക്കും നിന്റെ കുഞ്ഞിനും എന്തെങ്കിലും ആപത്തുണ്ടാകുന്നതിന് മുൻപേ നമുക്ക് പോയി അത് എടുത്ത് അവർക്ക് കൊടുത്തേക്കാം. മനസ്സിലായോ? ശിവാനി,
പോയിട്ട് വരാം അങ്കിൾ. പോയിട്ട് വാ. ആകാശ്, ടേക്ക് കെയർ. ശിവാനി, സഞ്ജയ്, ശിവാനി എന്താ ചെയ്യുന്ന? കാറിലേക്ക് കയറ്. പറ്റില്ല, ആകാശും അച്ഛനും വന്നാലും ഞാൻ വരുവുള്ളൂ. ഏയ്, ഞങ്ങൾ എന്തിനാ അമ്മയും മോളും കൂടി കാനഡയിൽ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരില്ലേ? ഇല്ല, ഞങ്ങള് വരില്ല. അമ്മ നോണ പറയാ. ശിവാനി, നീ വരുന്നുണ്ടോ ഇല്ലയോ? ഇപ്പൊ നിങ്ങൾ എന്നെ കമ്പല് ചെയ്ത് വിളിച്ചോണ്ട് പോയാ ഞാൻ എയർപോർട്ടിൽ നിന്ന് എവിടെങ്കിലും ഓടിപ്പോവും. എന്തിനാ അമ്മേനെ എങ്ങനെ ടെൻഷൻ ആക്കുന്ന? വാ. കൽക്കട്ട വരെയെങ്കിലും അച്ഛനും ആകാശം കൂടെ വരുവോ? 2 ദിവസം എങ്കിലും എനിക്ക് നിങ്ങളുടെ കൂടെ നിക്കാലോ. പ്ലീസ് അച്ഛ, പ്ലീസ്. ശിവാനി പ്ലീസ്. സാരമില്ല മോളെ, എന്താടാ ഇത്ര ആലോചിക്കാൻ? പോയിട്ട് വാ, 2 ദിവസമല്ലേ. അല്ല ചേ, എന്നെ കൊണ്ട് എടാ, കുട്ടികളുടെ ഒരു ആഗ്രഹമല്ലേ. ഓക്കെ. താങ്ക് യു അച്ഛ, താങ്ക് യു സോ മച്ച്. ആകാശ്, ശരി മോളെ മുത്തശ്ശ. ശരി. എടാ ആകാശ്, ഞാൻ നിങ്ങളോട് എന്തിനാ വരാൻ പറഞ്ഞേന്നോ? ഇതാണ് അമ്മേനെ അച്ഛനെയും ഒന്നിപ്പിക്കാൻ പറ്റിയ ലാസ്റ്റ് ചാൻസ്. എങ്ങനെയുണ്ട് എന്റെ പ്ലാൻ? നിന്റെ പ്ലാനൊക്കെ നന്നായിട്ടുണ്ട്. അതിൽ കൊടുങ്ങുന്നത് ഞാനും അച്ഛനല്ലേ. വായ അടക്കടാ മണ്ട. സ്റ്റോപ്പ്. അനു, നീ പോയിട്ട് വാ, ഞങ്ങളോട് വെയിറ്റ് ചെയ്യാം. എടാ വാടാ പോവാം. അവര് നമ്മളെ തേടി കണ്ടുപിടിക്കുമ്പോഴേക്കും ഫ്ലൈറ്റ് മിസ്സാവും. അതാണ് എന്റെ പ്ലാൻ. ഭാസ്കർ, കുട്ടികളെവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ശിവാനി, ആകാശ്. സഞ്ജയ്, ബോക്സ്. കുട്ടികള്. കുട്ടികളുടെ കാര്യം എനിക്കറിയണ്ട. ബോക്സ് താ. കുട്ടികളില്ലാതെ ബോക്സ് തരില്ല ഞാൻ. വിട്. ഹലോ. സഞ്ജയ്, ഡോണ്ട് ബി ഓവർ സ്മാർട്ട്. കുട്ടികൾ ഇപ്പൊ എന്റെ കയ്യിലാ ഉള്ളത്. നീ ഹാർഡ് ഡിസ്ക് എടുത്തോണ്ട് ഇങ്ങോട്ട് വാ. Come on. ബോക്സ് താ. എന്റെ കുട്ടികളെവിടെ? മമ്മി, 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 മമ്മി. ഞങ്ങളെ രക്ഷിക്കണേ. ഈ അർണാടാ മുതലാളി വെറുതെ നിന്ന ജിമ്മിലെ പിള്ളേരെ വിളിച്ച് എന്താടാ പന്നിയെ പോലെ ഇരിക്കണെന്ന് ചോദിച്ചിട്ട് അടിയും കൊടുത്തു. ഇപ്പൊ അമ്മ ഞങ്ങളെ അടിക്കാൻ വരാം.
നിങ്ങളുള്ള ധൈര്യത്തിൽ ഞാൻ കൈവച്ച മുതലാളി. ഏയ് അടിപിടിയൊക്കെ നിർത്തി, ഞാൻ ഡീസന്റ് ആയെന്ന് പറഞ്ഞല്ലേ. കൊച്ചുമുതലാളിയെ പറഞ്ഞ ആരെങ്കിലും അടിച്ചിട്ട് സ്കൂളിലേക്ക് കൊണ്ടുവരാൻ. നീ എന്താണ് എന്നെ അതെ, തടഞ്ഞത്? എനിക്ക് ആ പഴയ അച്ഛനെ മതി. ഇങ്ങനത്തെ ഡീസന്റ് അച്ഛനെ വേണ്ട. നമ്മളെ ആരെങ്കിലും അടിക്കാൻ വന്നാ ആദ്യത്തെ അടി നമ്മുടെ Come, sweetie. Hey, baby. ഭാസ്കർ. അറിഞ്ഞില്ലേ? ഓടണം. ഓക്കെ, ഞാൻ കണ്ടിട്ട് വരാം. ഹലോ ഭാസ്കർ. ഹായ് ഭാസ്കർ, ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞു. എല്ലാം നിങ്ങൾ കാരണമാ. ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ഭാസ്കർ. കത്തിപ്പിടിച്ചു. Very nice. Thank you. സ്മൂത്ത് ആയിട്ട് വരെയായിരുന്നു, ഇടയ്ക്ക് കയറി കൊളാക്കി. അയ്യോ ചേച്ചി പണങ്ങി പോയി. നമുക്ക് പിന്നെ Bye. മുതലാളി എപ്പോഴും രണ്ടുപേരോട് ഒരുമിച്ച് വരാൻ പറയുന്നത്. ഇവനിട്ട് വരണം. അനു, ഇന്നിപ്പോ എന്താവോ? അനു, അനു, ഞാനിങ്ങനെയാണ് എപ്പോഴും അനു. തല്ലിനു വന്നാൽ പതറാതെ തല്ലി തീർക്കും മുറ പോലെ ഭാസ്കർ ഒരു റാസ്കളാണ്, ഭാസ്കർ ഒരു റാസ്കളാണ്. വീട്ടിൽ പാവം ഡാഡി